ആ രാജ്യത്തിന്റെ കാവൽ മാലാഖയ്ക്ക് മുന്നിൽ സ്പാനിഷ് പട വിറച്ചു നിന്നു. സ്പാനിഷ് യുവത്വങ്ങൾ അപകടം വിതയ്ക്കാൻ ഗോൾ മുഖത്തേക്ക് ഇരച്ചെത്തി. എന്നാൽ 40-ാം വയസ്സിൽ ആ കൊച്ചു രാജ്യത്തിനായി അയാൾ ഒരു വൻമതിൽ തീർത്തു. ആഫ്രിക്കൻ വൻകരയിലെ 5 ലക്ഷം മനുഷ്യരുള്ളൊരു ദ്വീപ് രാഷ്ട്രം. അവരൊരു വജ്രായുധവുമായി വിശ്വവേദിയിലേക്കെത്തി. ഗോൾ വലയ്ക്ക് മുന്നിൽ നിങ്ങൾക്കൊരിക്കലും വീഴ്ത്താനാകാത്തൊരു മനുഷ്യന്റെ കഥയ്ക്ക് മൈതാനത്തെ വിപ്ലവം രചിച്ചവനെന്നേ അടയാളപ്പെടുത്താനുള്ളൂ. യൂറോ കപ്പ് ചാമ്പ്യന്മാർ, കിരീട ഫേവറേറ്റുകൾ. എതിർക്കോട്ടയിൽ സ്പെയിൻ വിതയ്ക്കുന്ന അപകടത്തിന്റെ കാഴ്ചകൾ എത്രയോ കണ്ടു കഴിഞ്ഞു. അതിനാൽ ആദ്യമായി ലോക പോരാട്ടത്തിനെത്തുന്നവർക്ക് മറ്റെന്ത് ചെയ്യാനാണ്? അങ്ങനെ തലപ്പൊക്കമുള്ള സ്പെയിൻ കുഞ്ഞൻ രാജ്യത്തെ ഗോൾമഴയിൽ മുക്കുന്നതും കാത്തിരുന്നെങ്കിൽ കാലം കരുതി വെച്ചത് മറ്റൊന്നാണ്. കരുത്തർക്ക് മുന്നിൽ ജയിക്കേണ്ടതില്ലെന്നും വീഴാതിരുന്നാൽ ചരിത്രമെന്നും അവർ പലവട്ടം മനസ്സിനെ പഠിപ്പിച്ചിരിക്കണം. അല്ലെങ്കിലും തോൽക്കാൻ മനസ്സില്ലാത്തവരെ എങ്ങനെ വീഴ്ത്താനാണ്? ഗോളെന്നുറച്ച 8 എണ്ണമാണ് ഗോൾ വലയ്ക്ക് മുന്നിൽ പടർന്നു പന്തലിച്ചൊരു കവചം തട്ടിയകറ്റിയത്. അളന്നു പഠിച്ച വിശ്വകിരീട വഴിയിലേക്കുള്ള മനപ്പാടമാക്കിയതെല്ലാം സ്പാനിഷ് പട ഓരോന്നായി പുറത്തെടുത്തു. എന്നാൽ എതിരാളിയുടെ കരുത്തറിഞ്ഞ കേപ്പ് വെർദയ്ക്ക് ഒരേ ഒരു ആയുധമേ പുറത്തെടുക്കാനുണ്ടായിരുന്നുള്ളൂ: പ്രതിരോധം. 74% പന്തടക്കമുള്ള സ്പെയിൻ 23-ലധികം ഷോട്ടുകളാണ് പായിച്ചത്. എന്നാൽ 40-കാരൻ ഗോൾ കീപ്പർ വസീഞ്ഞയെ കീഴടക്കാൻ അത് പോരാതെ വന്നു. അറ്റ്ലാന്റയിലെ ആകാശത്ത് ഒരു അനശ്വര കാവ്യമെഴുതി അയാൾ ഒരു രാജ്യത്തിന്റെ പോരാളിയായി. സമനിലയിൽ സ്പെയിൻ വീണതോടെ ജയതുല്യമൊരു വിജയതീരം കേപ്പ് വെർദയുടെ സ്വപ്നമത് പൂവണിഞ്ഞു. മത്സരശേഷം മാൻ ഓഫ് ദ മാച്ച് ട്രോഫിയും കയ്യിലേന്തി വിറയ്ക്കുന്ന ശബ്ദത്തോടെ വസീഞ്ഞ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന്റെ ഇരുണ്ട കാലം പെയ്തൊഴിഞ്ഞിരിക്കണം. കളി തുടങ്ങുന്നതിന് മുൻപ് ഫുട്ബോൾ പണ്ഡിതന്മാർ കേപ്പ് വെർദയ്ക്ക് 1% സാധ്യത പോലും കൽപ്പിച്ചിരുന്നില്ല. അവിടെ നിന്നാണ് ഒരു രക്ഷകന്റെ, ഒരു പോരാട്ടത്തിന്റെ, ഒരു കാലത്തിന്റെ ചരിത്രം പിറന്നത്.